മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ആ തേജസ് വെളിപ്പെടട്ടെ. അത് ഒരു പരിജ്ഞാനത്തിന്റെ വാസനയായി വെളിപ്പെടുമാറാകട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-20 വാക്യം. ഇങ്ങനെയുള്ള ഒരു ദൈവ പൈതലിന്റെ ജീവിതം കംപ്ലീറ്റ് അങ്ങ് മാറും. ഡയലോഗ് മാറും, ആഗ്രഹം മാറും, ജീവിത ശൈലി മാറും. Galatians chapter 2 verse 19 and 20. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. ഒരു മിനിറ്റ് നിൽക്കണേ. ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമായി ജീവിക്കേണ്ടതെന്നാണ് എഴുതിയിരിക്കുന്നത്. ചിലർ ജീവിക്കുന്ന അവരുടെ പ്രൊഫഷന് വേണ്ടിയിട്ടാണ്, അവരുടെ ജോലിക്ക് വേണ്ടിയിട്ടാണ്. ചിലർ ജീവിക്കുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ചിലർ ജീവിക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് രാത്രി നീ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്താ പറയണേ? ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ മരിച്ചു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ജോർജ് കോവൂർ ഹാസ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുകൂടെ ഞാൻ ഇനി ജീവിക്കുന്നത് ജോർജ് കോവൂരല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇത് പറയാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. ഇനി ജീവിക്കുന്നത്, ഇറ്റ്സ് നോ ലോnger I that liveth, but Christ that liveth in me. Can you say that with me? It's no longer I that liveth, but Christ that liveth in me. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. Praise the Lord. ഈ ഹോളിനകത്തിരുന്ന് പറയാൻ നല്ല സുഖമാണ്. പക്ഷെ തിങ്കളാഴ്ച അങ്ങോട്ട് ചെല്ലുമ്പം ചിലപ്പോൾ ഭാര്യ നിന്റെ ഇഷ്ടം അങ്ങോട്ട് ശരിയാക്കിയില്ലെന്ന് വരും. ജീവിക്കുന്ന ഞാനാണ്, ക്രിസ്തു അല്ല കേട്ടോ. അല്ലെ ഭർത്താവ് നിങ്ങൾ പറഞ്ഞത് കേട്ടെന്ന് വരില്ല. അയ്യോ എല്ലാം പോയി. ജീവിക്കുന്ന ഞാനാണ്, ക്രിസ്തു അല്ല. ഭാര്യ എന്ത് പറഞ്ഞാലും, ഭർത്താവ് എന്ത് പറഞ്ഞാലും, നാട്ടുകാരെന്ത് പറഞ്ഞാലും, കൂട്ടുകാരെന്ത് പറഞ്ഞാലും, ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയിട്ടാണെങ്കിൽ 5 പൈസയ്ക്ക് അതെന്റെ ജീവിതത്തിൽ ഏശുകയില്ല. നിന്റെ നാവിൽ എന്നും സ്തുതിയായിരിക്കും, നിന്റെ നാവിൽ എന്നും ആരാധനയായിരിക്കും, നിന്റെ മുമ്പിൽ എന്നും യേശുവായിരിക്കും. നിന്റെ ജീവിതം സ്വർഗീയ പ്രമാണങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെ ആയിത്തീരുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ഇപ്പോൾ പൗലോസ് പറഞ്ഞ ഈ വാക്യം നമ്മുടെ സ്വന്തമായി തീരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ambitions, our desires and our ambitions, our goals and our aims may be that of the kingdom of God. Hallelujah. Hallelujah. ഇത് പറയുമ്പോൾ ചില ഹാലലിയ പറയില്ല. എന്താ കാര്യം എന്നറിയാം? അവരുടെ വിചാരം സ്വർഗരാജ്യത്തിന്റെ കാര്യങ്ങൾ എന്റേതിനെക്കാട്ടിലും കുറവാണ്. പക്ഷെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയവനറിയാം സ്വർഗരാജ്യത്തിലെ കാര്യം നിന്റേതിനെക്കാട്ടിലും കൂടുതലാണ്. അങ്ങനെയുള്ളവൻ 10 ഹല്ലേലൂയ പറയും. നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങളും വഴികളും നിനക്ക് വേണ്ടി വലുതാണ് എന്ന് സ്വർഗം പറയുമ്പോൾ, സ്വർഗത്തിലെ അപ്പച്ച ഞാൻ നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന് പറയാൻ സങ്കേതമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ഉടുക്കു വഴികൾ, നിന്റെ കുറുക്കു വഴികൾ, നിന്റെ തെറ്റായ വഴികൾ എല്ലാം വിട്ടു കഴിയുമ്പോൾ സ്വർഗത്തിന്റെ മനോഹരമായ വഴികൾ നിനക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലരുടെയും വിചാരം സ്വർഗത്തിൽ ദൈവമക്കളായി തീരുന്നത് ഈ ലോകത്തിൽ ഒരു ഗതികേടാന്ന. No, we can't enjoy. How can we enjoy? Look at others, they are really enjoying. Wrong concept. യഥാർത്ഥത്തിൽ എൻജോയ് ചെയ്യുന്ന ഒരു ദൈവമില്ലാണ്, ഒരു കള്ളുകൂടിയനല്ല. Praise the Lord. Hallelujah. ഇന്ന് രാത്രിയിൽ ആ ഒരു വിവരമെങ്കിലും ദൈവം നിനക്ക് തെരുമാറാകട്ടെ. ലോകത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നിന്റെ ഓട്ടം നരകത്തിലേക്ക് കാണുന്നു, നിന്റെ ജീവിതത്തിലുള്ള തേജസ് നീ നഷ്ടപ്പെടുത്തുകയാണെന്നും മനസ്സിലാക്കി തേജസ് കൊണ്ട് നിറയുവാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തെരുമാറാകട്ടെ. ഞാൻ വീണ്ടും ഒരു കാര്യം ഓർപ്പിക്കാൻ പോവുകയാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പം നമുക്ക് എല്ലാവർക്കും തേജസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കാൻ പോകുന്ന അടുത്ത ശരീരം, നെക്സ്റ്റ് ബോഡി, which is going to be the heavenly body, the resurrected body that we are going to have,
He's going to have automatic glory on it. അതിൽ നിന്നൊരു തേജസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഈ ശരീരത്തിന് അതില്ല. എന്നാലും ചിലർ പറയും, നല്ല ശുശ്രൂഷകന്മാരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് തേജസ്സാ. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ശുശ്രൂഷിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാത്തപ്പോഴില്ല. ചിലർക്ക് 24 മണിക്കൂറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ പെർമനന്റ് ആയിട്ടൊരു തേജസ് കിട്ടാൻ പോവാണ്. അത് അവിടെ ചെന്നിട്ട് കൂട്ടാൻ പറ്റുകയില്ല, ഇവിടെ വെച്ചേ കൂട്ടണം. അപ്പൊ ഇന്നത്തെ എന്റെ വിഷയം, നിങ്ങൾക്ക് എത്രമാത്രം തേജസ് നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടാൻ പറ്റും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാൻ നല്ലവണ്ണം തേജസ്സുള്ള ദൈവമക്കളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Don't be an ordinary Christian, be a glorious Christian. Let the glory of Jesus shine through you. Hallelujah. ആ തേജസ് നിന്നിലേക്ക് വ്യാപരിക്കുവാനും തേജസ്സിന്മേൽ തേജസ് വ്യാപരിക്കുവാനും ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. വേഗം മുമ്പോട്ട് പോകാം. Galatians 2:19 onwards. അതിന് 2-3 കാര്യമുണ്ട്. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ ഞാൻ ഇപ്പൊ ജീവിക്കുന്നത് ഈ ജഡത്തിലാണെങ്കിൽ പോലും ഞാൻ ഈ ജീവിക്കുന്ന ജഡത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്, ആത്മാവിനനുസരിച്ചും ക്രിസ്തുവിനുള്ള വിശ്വാസത്തിലുമാണ്. അപ്പൊ കോപം വരുമ്പോ കോപം തന്നെ പോകും, അസൂയ വരുമ്പോ അസൂയ തന്നെ പോകും, ജഡീക അഭിലാഷങ്ങൾ വരുമ്പോൾ തന്നെ പോകും. ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ഞാൻ ജഡത്തിൽ തന്നെയാണെങ്കിലും ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാകിയാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിന്നിൽ വന്ന് ആത്മീക മനുഷ്യനായി നീ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ഒത്തിരി അതിനകത്ത് പറയാനുണ്ടെങ്കിലും നിങ്ങൾ വീട്ടിൽ പോയി അത് പിന്നെയും വായിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. Romans chapter 6 verse 11. പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. കൗണ്ട് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ എണ്ണുവീൻ. എണ്ണുവീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കൗണ്ട് ചെയ്യാൻ തന്നെത്താൻ പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെ ചിലപ്പോൾ മറന്നുപോകും. അറിയാതെ നോക്കുമ്പോൾ പച്ച മനുഷ്യൻ, അയ്യോ ഞാൻ പച്ചയാണല്ലോ എന്ന് വിചാരിക്കും. നീ നിന്നോട് തന്നെ പറയണം, നീ പച്ചയല്ല, നീ പാപത്തിനായിട്ട് മരിച്ചു, നീ രക്ഷിക്കപ്പെട്ടവനാണ്, നീ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. ഇത്രയും പറഞ്ഞിട്ട് ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ കുറച്ചുകൂടെ പറഞ്ഞുതരാം. ഒരു കൊച്ചു വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അമ്മ കുട്ടി വർത്തമാനം പറയാൻ തുടങ്ങുന്നുണ്ടേ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? മമ്മ. എന്തിനാണെന്നറിയാം? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ അത് മമ്മ എന്ന് വിളിക്കുന്നത്. കുട്ടി ഇത് അറിവോടാണോ ജനിച്ചേ? അല്ല. അപ്പൊ ആരാ തലയിലിട്ട് കൊടുക്കുന്നത്? മമ്മ. ഈ മമ്മ അങ്ങോട്ട് പഠിപ്പിക്കുന്ന കാണുമ്പോൾ പപ്പായ്ക്ക് ഭയങ്കര ദേഷ്യവും. പുള്ളി വൈകുന്നേരം വന്നേച്ച് മമ്മ ഇല്ലാത്ത സമയം നോക്കിയിട്ട് പപ്പ പപ്പ. പുള്ളി എന്ത് പഠിപ്പിക്കും? പപ്പ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയാളെ നോക്കിച്ച് ഈ കുട്ടി എന്ത് പറയും? പപ്പ. ഇത് കേൾക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് ചിരിക്കും. മമ്മ ഇങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കി ആ ചിരിയൊക്കെ കാണണം. എത്ര പപ്പമാര് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാം. ഇതാരാ പഠിപ്പിച്ചേ? പപ്പ തന്നെ. ഞാൻ കൊച്ചു പയ്യനായിരുന്നപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു മൈനയുണ്ടായിരുന്നു. അപ്പം എൻ്റെ സിസ്റ്ററാണ് അതിന് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പം സിസ്റ്റർ എല്ലാ ദിവസവും ഭക്ഷണം കൊടുത്തേച്ച് സാറാമോളെ 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 എന്ന് പറയും. അപ്പം ആദ്യം ഈ മൈന എന്ത് സംസാരിക്കുമെന്ന് വിചാരിച്ചു? സാറാമോൾ സംസാരിക്കും. എനിക്ക് അവിടെ സമയമൊന്നുമില്ല ഇതിന് ഭക്ഷണം കൊടുക്കാൻ. പക്ഷെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പേര് വിളിക്കുന്നത് കൊണ്ട് മൈന വേഗം എന്ത് പഠിച്ചു? മോനേന്നങ്ങ് പഠിച്ചു. ഇത് കേട്ടപ്പോൾ ആർക്ക് ചൊറിച്ചിൽ വന്നു? ഇത്രയും നാളും ഭക്ഷണം പഴം കൊടുത്തേച്ച് മോളേന്ന് പഠിപ്പിച്ച് ആർക്ക് ചൊറിച്ചിൽ വന്നു? ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ദൈവത്തിന്റെ പൈതലാണെന്ന് ദൈവം നിന്നെ പഠിപ്പിക്കുമ്പോൾ പിതാവെന്ന് വിളിക്കാതെ പിശാചിന്റെ പുറകെ നടക്കുവാൻ നിനക്കിനി അവകാശമില്ല. പിതാവായ ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ, ദൈവത്തിന്റെ പൈതലെന്ന് മനസ്സിലാക്കുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. അപ്പച്ച, ഫാദർ, ഹെവൻലി ഫാദർ, I love you. I love you.
പറയാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ ദൈവം നിന്നിൽ തന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്, പിശാചിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല, ജഡത്തിന്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ലോകത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല. ദൈവമക്കളായി തേജസ്സിന്റെ പുത്രന്മാരായി ജീവിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇത് ആദ്യം കേട്ടു തുടങ്ങിയപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ കേട്ട് പരിചയമുള്ളൊരു മെസ്സേജ് ആണല്ലോ. രണ്ടാമതാണെങ്കിൽ പോലും മെസ്സേജ് സെയിം ആകൂല. എന്തുകൊണ്ടാൽ ഇന്ന് ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന നിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല, ദൈവത്തിന്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന്. വിളിക്കേണ്ടവനെ ശരിക്ക് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ട അനുഗ്രഹം മുഴുവൻ നിനക്ക് കിട്ടും. അബ്ബാ പിതാവേ എന്ന് നീ ഇന്ന് രാത്രി വിളിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിന്റെ കിളിവാതിൽ നിന്റെ മേൽ തുറന്നുകൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത് നീ കണ്ടിട്ടില്ല സഹോദര, നീ കണ്ടിട്ടില്ല സഹോദര. ഹല്ലേലൂയ. നീ നന്മയ്ക്ക് വേണ്ടി അവിടെ ഇവിടെ ഓടി നടക്കുകയാണ്. നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അനേകം ആയിരങ്ങൾക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരോട് ഫോൺ ചെയ്ത് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നീ മുട്ടുമടക്കി നിന്റെ പിതാവിന്റെ നോക്കി അപ്പച്ച എന്ന് പറയുമ്പോൾ നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ഉണ്ട് എന്ന് നീ മറക്കരുത്. നിന്റെ വിഷയം എത്ര വലുതാണേലും, എത്ര വലുതാണേലും, നിന്റെ ബുദ്ധിക്ക് വലുതാണെങ്കിൽ ദൈവത്താൽ അസാധ്യമായിട്ടല്ല എന്ന് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. ഏത് പ്രശ്നമാണേലും ഇന്ന് അത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവശക്തി ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I love that testimony. I believe that today is my day of miracle. If you believe it, just receive it and enjoy the miracle. നീ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാപിച്ചെടുത്ത് അത് അനുഭവിപ്പാൻ ഇന്ന് രാത്രി ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. Today is the day of miracle for you. Today is the day of salvation for you. ഇന്ന് രാത്രി നിന്റെ രക്ഷയുടെ രാത്രിയാണ്, വിടുതലിന്റെ രാത്രിയാണ്, അനുഗ്രഹത്തിന്റെ രാത്രിയാണ്, നന്മയുടെ രാത്രിയാണ്. എന്തുകൊണ്ടെന്നാൽ നിന്റെ പിതാവ് നിനക്ക് വേണ്ടി നല്ല പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വേഗം മുമ്പോട്ട് പോകാം. 2 കൊരിന്ത്യർ 5:15. 2 കൊരിന്ത്യർ 2 കൊരിന്ത്യർ ചാപ്റ്റർ 5 വേഴ്സ് 15. ഇങ്ങനെ ദൈവമക്കളായി കഴിയുമ്പം ചിലർക്ക് ഇഷ്ടമില്ലാത്ത ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായി തന്നെ ജീവിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു മരിച്ചത് ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടല്ല, ചില വ്യക്തികളുടെ കുത്തകയായ ക്രിസ്തു എന്ന് വിചാരം അല്ല. യേശു ലോകത്തിന്റെ രക്ഷകനാണ്. ഇന്ന് ഞാൻ പറയുന്ന ഈ സുവിശേഷം, ഇന്ന് ഞാൻ പറയുന്ന ഈ വലിയ മർമ്മം ചൈനയ്ക്കുള്ളതാണ്, റഷ്യയ്ക്കുള്ളതാണ്, ആഫ്രിക്കയ്ക്കുള്ളതാണ്, എല്ലാ മുസ്ലിം രാജ്യങ്ങൾക്കുള്ളതാണ്, എല്ലാ ഹൈന്ദവ രാഷ്ട്രങ്ങൾക്കുള്ളതാണ്, എല്ലാ ക്രിസ്ത്യാനികൾക്കുമുള്ളതാണ്. ലോകത്തിൽ എവിടെയോ ജനിച്ചിരിക്കുന്ന ഏത് മനുഷ്യനാണോ അവന് വേണ്ടിയിട്ടെല്ലാം യേശു കാൽവറിയിൽ മരിച്ചു. ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നിന്റെയും എന്റെയും പാപത്തെ മായ്ക്കുവാൻ ലോകത്തിൽ ഒന്നിനും സാധിക്കാത്തപ്പോൾ നമ്മുടെ പാപങ്ങളെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ അടുത്ത വാക്യം, ഇന്ന് മുതൽ ആരെയും എന്ന് പറഞ്ഞാൽ എനിക്ക് പാർട്ടി ഇല്ല, പൊളിറ്റിക്സ് ഇല്ല, എനിക്ക് കുടുംബമില്ല, എല്ലാവരും ഒരുപോലെ. PC-RC ഇല്ല, എനിക്ക് PC-യും RC ഇല്ല, എനിക്ക് IPC-യും ചർച്ച് ഓഫ് ഗോഡും ഇല്ല, എനിക്ക് മാർത്തോമായും യാക്കോബായും ഇല്ല. ഓ ഓ നിന്റെ കുടുംബവും നിന്റെ ശ്രേഷ്ഠതയും നിന്റെ ജാതിയും നിന്റെ വർഗവും നിന്റെ വർണ്ണവും നീ പറയുന്ന നിന്റെ കാര്യം നീ അറിയേണ്ട ക്രിസ്തുവിനെയും അവന്റെ മഹത്വം നീ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ്? എനിക്ക് വേറെ അങ്ങനെ വരുന്നൊരു പുതിയ സൃഷ്ടിയെ കുറിച്ചാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഈ ഞായറാഴ്ചയല്ല, അത് പറയാൻ 2 ഞായറാഴ്ച വേണ്ടി വരും. The new man in Christ. The new man in Christ.
അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഇപ്പൊ ഇത് ഞാൻ എടുത്തിരിക്കുന്നത്. ദ ന്യൂ മാൻ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജഡീക മനുഷ്യൻ ജീവിക്കുന്നത് പോലെയല്ല. പിടി കിട്ടിയിട്ടില്ല. ഞാൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പം എൻ്റെ അപ്പൻ്റെ പെങ്ങള് സുശീല ആൻറ്റി ബ്രെയിൻ ട്യൂമറായിട്ട് മരിച്ചുപോയി. ഞാൻ ന്യൂറോ സർജറി എടുക്കാനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നാണ്. പുള്ളിക്കൊരു അസുഖമുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു, ഐപ്പ് എന്ന് പറഞ്ഞിട്ട്. ഹാർട്ട് ഡിസീസായിരുന്നു. എൻ്റെ സെയിം പ്രായമായിരുന്നു. അപ്പം അവനെയും എന്നെയും കൂടെ ഒരുമിച്ചിരുത്തിയാണ് ഭക്ഷണം തരുന്നത്. എനിക്ക് ഇന്നെന്നുപോലെ ഓർമ്മയുണ്ട്. രണ്ടുപേരെയും മേശപ്പുറത്തിരിക്കും, ചോറിങ്ങനെ കുഴയ്ക്കും, രണ്ടുപേർക്കും തരും. സ്വന്തം മകനും വേറൊരു മകനും. നമ്മൾ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കണം. എല്ലാവർക്കും ഒരുപോലെ കാണാൻ, ഒരു വ്യത്യാസമില്ലാതെ കാണുവാൻ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കാണുവാൻ, പഠിത്തമുള്ളവനാണേലും പഠിത്തമില്ലാത്തവനാണേലും, പണമുള്ളവനാണേലും പണമില്ലാത്തവനാണേലും, തൃശ്ശൂർക്കാരനാണേലും തിരുവല്ലക്കാരനാണേലും ഒരുപോലെ കാണുവാൻ ദൈവം കൃപ തരുമാറാണ്. തൃശ്ശൂർ ഞാൻ വന്നിട്ട് 10 വർഷത്തിന് ശേഷം എനിക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിയത്. മറ്റേ തെക്കൻ 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 എന്നാണ് വിളിക്കുന്നത്. ഇപ്പോഴും ഭാഷ നേരെ ആയിട്ടില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടുത്തെ RC അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, ഡോക്ടർ RC ആണോ? ഞാൻ പറഞ്ഞു RC ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞങ്ങളുടെ പനമുക്ക് പള്ളിയിലാണ്, യൂത്ത് മീറ്റിംഗ് ആണ്. ഡോക്ടർ വന്നിട്ടുണ്ട്, നമ്മുടെ ഇടവകയിൽ താമസിക്കുന്ന RC ആണ്. ഞാൻ എല്ലാം തലകുലുക്കി സ്തോത്രമൊക്കെ പറഞ്ഞ് എൻ്റെ പ്രസംഗമൊക്കെ അങ്ങോട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം RC എന്ന് ഞാൻ പറഞ്ഞു. ആ RC എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിയൽ ക്രിസ്ത്യൻ എന്നാണ് പറഞ്ഞു. ഇന്ന് രാത്രി ചില റിയൽ ക്രിസ്ത്യന്മാരുണ്ടാകുവാൻ, യഥാർത്ഥ ആത്മീക മനുഷ്യന്മാരുണ്ടാകുവാൻ, നിന്റെ പാരമ്പര്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്, നിന്റെ അവിശ്വാസങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. പിശാച് നിന്നെ കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളിൽ നിന്നും ഇന്ന് രാത്രി ദൈവം അഴിക്കുമാറാകട്ടെ. നിന്റെ മനസ്സ് മുഴുവൻ കുരുങ്ങിക്കിടക്കുകയാണ് സാധാരണ നാട്ടു നടപ്പിനനുസരിച്ച്. എന്നാലും മനസ്സിലായിട്ടില്ല. ചേരെ തിന്നുന്നിടത്ത് പോയാൽ നടുത്തെണ്ണം തിന്നണം. അതിന്റെ മറ്റേയും കൂടെ ഉണ്ട്. എന്താ? നാട് നടക്കുന്നിടത്ത് ദൈവമൊക്കെ കൊള്ളാമല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനനുസരിച്ച് ചെയ്യുവാൻ, പ്രമാണങ്ങൾക്കനുസരിച്ച് ചെയ്യുവാൻ, ഞാനൊരു പുതിയ മനുഷ്യനാണെന്ന് മനസ്സിലാക്കുവാൻ എല്ലാവർക്കും ദൈവം കൃപ തരുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മീയതയിൽ അടുത്ത ലെവലിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളെ മാറ്റിയെടുക്കുവാനും ദൈവിക ശുശ്രൂഷക്കായി ദൈവം നിങ്ങളെ ഒരുക്കുവാനും ദൈവം കൃപ തരുമാറാകട്ടെ. 1 തെസ്സലോനിയർ 5:10. 1 തെസ്സലോനിയൻസ് ചാപ്റ്റർ 5:10. ഉണർന്നിരുന്നാലും പ്രൈസ് ദി ലോർഡ്. കൂർക്കം വലിക്കുമ്പോൾ പോലും സ്തോത്രം സ്തോത്രം എന്നായിരിക്കണം. ഞാൻ ഗുജറാത്തിൽ ചെന്നപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, സ്തോത്രത്തിന്റെ ഈക്വലന്റ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഇല്ലാന്ന്. പ്രൈസ് ദി ലോർഡ് എന്ന് കണ്ടോ ഇംഗ്ലീഷ്. ഞാൻ പറഞ്ഞു എന്നാൽ സ്തോത്രം എൻ്റെ കൂടെ പറയാൻ പറഞ്ഞു. വ്യത്യാസമുണ്ടോ? വല്ല വ്യത്യാസമുണ്ടോ? അല്ല, ഞാൻ സ്തോത്രം എന്ന് പറയുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സ്തോത്രം പറയിക്കാൻ പറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം പറയുമ്പോൾ എല്ലാവരും സ്തോത്രം പറയണം. അതുകൊണ്ടാണ് ഹല്ലേലൂയ എന്നുള്ളൊരു ഇന്റർനാഷണൽ വാക്കുള്ളത്. എല്ലാ ഭാഷയിലും ഒറ്റ വാക്കാണ്. ഞാൻ ഉറങ്ങിയാലും ഉണർന്നെഴുന്നേറ്റാലും എല്ലാ ശ്വാസത്തിലും യേശുവിനായി ജീവിക്കുന്നവരായി തീരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ദുഃഖം വരുമ്പോൾ, രോഗം വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നീ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ല, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നീ ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 9:4. മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ ചെല്ലും. യേശുവോ അവന്റെ രക്തത്താൽ നമ്മളെ അവന് വേണ്ടി വിലക്കെടുത്തിരിക്കുന്നു. By his blood he has purged us and brought us. 12 വായിച്ചോ. അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി പ്രവേശിച്ച്
എന്നേക്കുമായി നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. സ്വന്തം രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഒരു ബുക്കിൽ വായിച്ചതാണ്, ശരിയാണോ അല്ലയോ എന്നറിയില്ല. ഈ കൃപാസനം എന്ന് പറയുന്ന ആ സാധനം ഇപ്പം മിസ്സിംഗ് ആണ്. യഹോവയുടെ പെട്ടകം എവിടാന്ന് ആർക്കും അറിയില്ല. ആരോ പറയുന്നത് ഗോൽഗോത്തയുടെ അടിയിൽ ഒരു മലയുടെ കീഴിലാണ്. യഥാർത്ഥത്തിൽ അന്ന് യേശു കാൽവറിയിൽ മരിച്ചപ്പോൾ ഭൂകമ്പം ഉണ്ടായെന്നും കുരിശിൻ്റെ അടിയിൽ നിന്ന് ആ രക്തം ഒലിച്ച് ഈ കൃപാസനത്തിൻ്റെ മേളിൽ വീണു എന്നാണ് ഒരു കഥ വായിച്ചത്. സത്യമാണേലും അല്ലേലും യഥാർത്ഥത്തിൽ അതാണ് നടന്നിരിക്കുന്നത്. എന്നേക്കുമായി യേശുവിൻ്റെ രക്തം ആ കൃപാസനത്തിൽ വീണു. ഇനി നമ്മൾ അന്യനല്ല, പരദേശിയല്ല, നമ്മൾ അവന്റെ മക്കളാണ്. ഹല്ലേലൂയ. ഇനി നീ പ്രാകാരത്തിൽ നിന്ന് ആരാധിക്കേണ്ടവനല്ല. ഇനി നീ വിശുദ്ധ സന്നിധിയിൽ വന്ന് നോക്കി നിൽക്കേണ്ടവനല്ല. അതിവിശുദ്ധ സന്നിധിയിൽ കൃപാസനത്തിന്റെ മുമ്പിൽ വന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ, തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും ചെയ്യുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഇത്രയും കേട്ടിട്ടും ഒരു സ്വത്രം തരുന്നില്ലേ? വർഷത്തിൽ ഒരിക്കൽ നറുക്ക് വീണാൻ മഹാപുരോഹിതൻ കാത്തിരുന്ന് പോകാൻ ഏത് പുരോഹിതനാ പോകുന്നതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ദൈവം നമ്മെ എന്നേക്കുമായി അതിന് അനുവാദം തന്നിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീത്തോസ് 2:14, ടൈറ്റസ് 2:4. തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കാൻ ഒരു ജനം അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തിട്ട് സൽപ്രവർത്തിക്കായി. കർത്താവ് ലോകത്തിൽ വന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ, ഇല്ലാതാക്കുവാൻ. കർത്താവ് പോയ ശേഷം ദൈവമക്കളെ വെച്ചിരിക്കുന്നത് പിശാചിന്റെ പ്രവർത്തികളെ. എവിടെങ്കിലും പിശാചിന്റെ പ്രവർത്തി കണ്ടു കഴിഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ പൊക്കോട്ടെ എന്ന് പറയും. ഈയിടെ ഒരു ആൾ എന്തൊക്കെ പ്രാർത്ഥനയ്ക്ക് വന്നു. പുള്ളിയുടെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. 10-27 വർഷമായി മദ്യപാനിയാന്ന് പറഞ്ഞു. ഇപ്പൊ 27 വർഷമായപ്പോഴത്തേക്ക് പുള്ളി ആ മനുഷ്യനുമായിട്ട് അങ്ങ് മടുത്തു. അറിയാതെ ഈ സഹോദരിക്ക് ആരോട് ദേഷ്യം? സ്വന്തം ഭർത്താവിനോട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധം ഈ മനുഷ്യനോടല്ല, ആ മനുഷ്യന്റെ ഉള്ളിലുള്ള പിശാചിനോടാന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ നമുക്ക് അതിനെ അഴിക്കാം. കള്ളുകൂടി തന്നെ നിന്നോളും, നിങ്ങളങ്ങ് സ്നേഹിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് യുദ്ധം നമുക്ക് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. മനുഷ്യനെ കെട്ടിയിരിക്കുന്ന കെട്ടുകളോടാണ്. ദൈവം ഈ മഹത്വവും തേജസ്സും നമ്മളിൽ തന്നിരിക്കുന്നത് ഈ കെട്ടുകളെ എല്ലാം അഴിക്കുവാൻ, അന്ധകാരത്തിന്റെ ശക്തികളെ എല്ലാം ഇല്ലാതാക്കുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, അവന് വേണ്ടി വിശുദ്ധീകരിച്ച ഒരു ജനമായി സൽപ്രവർത്തികൾക്കായി ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. ഇനി പിശാചിന് നമ്മുടെ മേൽ അധികാരമില്ല, പാപത്തിന് നമ്മുടെ മേൽ അധികാരമില്ല, മരണത്തിനും നമ്മുടെ മേൽ അധികാരമില്ല. റോമർ 8:2, 10:4, 5 വീട്ടിൽ പോയി വായിച്ചാൽ മതി. വായിക്കാം. മത്തായി 13:11, മാത്യു 13:11. മറ്റേ വെളിയിലുള്ള എല്ലാത്തവരെക്കാട്ടിലും വ്യത്യാസമായിട്ടൊരു അനുഭവം തന്നിരിക്കുകയാണ്. എന്താണ്? സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ. അതിലൊരു മർമ്മമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിലിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കോപപാത്രങ്ങളെ കരുണാപാത്രങ്ങളാക്കി തേജസ് നമ്മളിൽ നിറച്ചിരിക്കുന്നു. പാപ സ്വഭാവത്തെ, ദുർഗന്ധത്തെ മാറ്റി സ്വർഗരാജ്യത്തിന്റെ സുഗന്ധമായി നമ്മെ മാറ്റിയിരിക്കുന്നു. ഈ മർമ്മം ഗ്രഹിക്കുവാൻ നമുക്ക് ദൈവം കൃപ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ഈ മർമ്മം പഴയ നിയമം മുഴുവനും മറച്ചു വെച്ചിരുന്ന ഒരു മർമ്മമാണ്. റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 16:25, റോമൻസ് 16:25. അവിടെ എഴുതിയിട്ടുണ്ട്, പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്ന സീക്രട്ട് ഇപ്പോൾ വെളിപ്പെട്ടത്. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടതുമായ നിത്യ ദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി ആമേൻ. ഈ മർമ്മം മനസ്സിലായി കഴിയുമ്പോൾ ജീവിതം രാത്രി പകല് പോലെ രൂപാന്തരം ഉണ്ടാകും. ആരാധനയ്ക്ക് വ്യത്യാസം ഉണ്ടാകും, പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ടാകും, വിശ്വാസത്തിന് വ്യത്യാസമുണ്ടാകും, അനുഭവങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും.
Praise the Lord. To declare the glory. ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാ? അവന്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ. To declare the glory of God. ഇന്ന് രാത്രി ആ മഹത്വം ദൈവം നമുക്ക് തെരുമാറാകട്ടെ. എല്ലാവരും തങ്ങളുടെ കണ്ണുകളെ അടച്ചു വെച്ചാട്ടെ. പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ ആ തേജസ്. Praise the Lord. രോഗം നമ്മുടെ ജീവിതത്തിൽ നശിപ്പിച്ച ആ തേജസ്, ചുറ്റുപാട് നമ്മളെ ഇല്ലാതാക്കിയ ആ തേജസ് ഇന്ന് രാത്രി ദൈവം മടക്കി തെരുമാറാകട്ടെ. Let the glory of God come back into our life. God does not want us to live an ordinary life, but a glorious life. God does not want us to be just ordinary Christians, but children of God. ദൈവത്തിന്റെ മക്കളായി, നിത്യജീവന്റെ പങ്കാളിയായി, സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി ജീവിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്ന് രാത്രി അങ്ങനെ പ്രതിഷ്ഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലത് കൈ ഉയർത്തിയാൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചില കരങ്ങൾ ഉയരുന്നുണ്ട്. എനിക്ക് ഇനിയും ഇന്ന് തൊട്ട് യേശുവിന് വേണ്ടി ജീവിക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കണം. ഉയർന്ന എല്ലാ കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ തേജസ് നിങ്ങളുടെ മേൽ ദൈവം തേരുമാറാകട്ടെ. ഇന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയ പ്രതിഷ്ഠ ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ടു ലിവ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ടു എക്സ്പീരിയൻസ് ദ ഗ്ലോറി ആൻഡ് പവർ. വിളിയാനുള്ള ആശയം എന്തെന്ന് മനസ്സിലാക്കുവാൻ, അവന്റെ മഹിമാധനം എന്തെന്ന് മനസ്സിലാക്കുവാൻ, അവൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന തേജസ് അനുഭവിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. സ്വർഗത്തിലെ ഒരു ആത്മീക അനുഗ്രഹവും നഷ്ടപ്പെട്ടു പോകാതെ അവകാശമാക്കിയെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പച്ച, ഇന്ന് രാത്രിയിൽ അപ്പച്ച എന്ന് വിളിക്കുവാൻ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. ദൈവരാജ്യത്തിന്റെ പങ്കാളികളായി, ദൈവശക്തിയുടെ പങ്കാളികളായി, തേജസിന്റെ പങ്കാളികളായി തീർക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ അവകാശമാക്കുക. എല്ലാ രോഗത്തിന്റെ ശക്തികളെയും സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. തളർച്ചകൾ നീങ്ങിപ്പോകട്ടെ, ഡയബറ്റീസ് ഇല്ലാതായി തീരട്ടെ, ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ, ക്യാൻസറുകൾ നീങ്ങിപ്പോകട്ടെ, മുഴകൾ നീങ്ങിപ്പോകട്ടെ, മുട്ടുവേദനകൾ, പുറം വേദനകൾ യേശുവിന്റെ നാമത്തിൽ ഇല്ലാതായി തീരട്ടെ. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യം ഇന്ന് രാത്രി ഞങ്ങൾ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ചില തളർന്നവർ എഴുന്നേറ്റ് നടക്കുന്ന രാത്രിയായി, ചില രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന രാത്രിയായി അങ്ങ് തീർത്തിരിക്കിയാൽ ഞങ്ങൾ നന്ദി. കർത്താവേ, അങ്ങ് തേജസ്സോടെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളിൽ വസിക്കുന്നത് ലോകം കാണേണ്ടതിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരു പുതിയ അഭിഷേകവും പുതിയ ശക്തിയും ഒരു പുതിയ ദർശനവും പുതിയ വിളിയും തന്നുകൊണ്ട് ഞങ്ങളെ മുമ്പോട്ട് ഓടിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സകലമാനവും മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ.